ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻസ് എന്നുള്ള പാഠമാണ്. 8ാം ക്ലാസ് മാത്സിലെ 4ാമത്തെ പാഠമായിട്ടുള്ള ഇക്വേഷൻസ് എന്ന പാഠമാണ്. ചെറിയ ഓൾജിബ്രയുടെ തന്നെ കണ്ടിന്യൂവേഷൻ, 7th പഠിച്ചതിൻ്റെ ഒരു ചെറിയ കണ്ടിന്യൂവേഷൻ തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ടോപ്പിക്കാണ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. എൻ്റെ കയ്യിൽ എത്രയോ രൂപയുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ 7 രൂപ കിട്ടിയാൽ 50 ആകും. ഓക്കെ, അപ്പം എത്ര രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്? സിമ്പിളാണ്, എല്ലാവർക്കും ഗസ് ചെയ്താൽ കിട്ടും. എനിവേ, ഓൾജിബ്രയുടെ ഒരു ഇതിൽ നോക്കാം. ഫസ്റ്റ് എത്തത് എൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എക്സ്, അതിൻ്റെ കൂടെ 7 കൂടി ആയാൽ 50 രൂപയാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ കാണാൻ ഇവിടെ +7 ആണ്. +7 ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകും. ഓക്കെ, അതാണ് ഒരു ഇൻവേർഷൻ വരുന്നത്. പ്ലസ് ഈക്വൽ സൈൻ അപ്പുറം പോകുമ്പോൾ മൈനസ് ആകും, മൈനസ് പോകുമ്പോൾ പ്ലസ് ആകും, ഇൻറ്റു പോകുമ്പോൾ ഡിവിഷൻ ആകും, ഡിവിഷൻ പോകുമ്പോൾ ഇൻറ്റു ആകും. അപ്പോൾ എക്സ് ഈക്വൽ ടു 50 - 7 ഈക്വൽ ടു 43. അപ്പം എൻ്റെ ഒരു 43 രൂപയുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കേസ് വരുന്നുണ്ട്. വേറൊരു ഇക്വേഷൻ നോക്കാം. y - 5 ഈക്വൽ ടു 6. അപ്പോൾ y ഈക്വൽ ടു 6 -5 കൂടുമ്പോൾ +5 11. ഇതാണ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ ഇപ്പോൾ എൻ്റെ ശമ്പളത്തിൻ്റെ 5 ഇരട്ടിയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ശമ്പളം. ഓക്കെ, ഇപ്പം എനിക്ക് 4000 രൂപ ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ശമ്പളം എത്രയാണ്? അപ്പോൾ ഇവിടെ 4000, അപ്പോൾ 5 ഇരട്ടിയാണ്. അപ്പോൾ ഇൻറ്റു 5 20,000. ഓക്കെ, അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു റൂള് വരാം. പിന്നെ എൻ്റെ കയ്യിൽ എത്രയോ ബാഗുകളുണ്ട്. ഓക്കെ, എത്രയോ ബാഗുകളുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് മീൻസ് ഒരു 13 ബാഗ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഓക്കെ, 13 ബാഗിൻ്റെ വില 500 രൂപയാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ 13 ഇൻറ്റു എക്സ് ഈക്വൽ ടു 500. അപ്പോൾ എക്സ് ഈക്വൽ ടു ഒരു ബാഗിൻ്റെ വില 500/13 ആണ്. ഓക്കെ, ഡെസിമൽ വാല്യൂവിൽ വരും. എന്താണെങ്കിലും ബാഗിന് എക്സാക്റ്റ് വാല്യൂവിന് വരണം എന്നില്ല, ഡെസിമലിലും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് വരുന്നത്. ഇനി ഇക്വേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ വരുന്നത്. സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 7. ഓക്കെ, അതായത് 7ന്റെ 2 അടുത്തടുത്ത മൾട്ടിപ്പിൾസ് കൂട്ടുമ്പോൾ നമുക്ക് 35 കിട്ടുന്നു. ഏതാണ് നമ്പേഴ്സ്? ഓക്കെ, അപ്പോൾ അവിടുത്തെ ഫസ്റ്റത്തെ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് എക്സിനോട് 7 കൂട്ടുന്നതാണ്. അല്ലേ, ആദ്യത്തെ 7 ആണെങ്കിൽ 7നോട് 7 കൂട്ടിയാലല്ലേ അടുത്ത മൾട്ടിപ്പിൾ ആവുള്ളൂ. രണ്ടും കൂടി കൂട്ടുമ്പോൾ 35 കിട്ടുന്നതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 2x-ഉം 7ഉം കൂട്ടിയാൽ 35. അപ്പോൾ 2x എന്ന് പറയുന്നത് 35-ൽ നിന്ന് 7 പോകുന്നതാണ്. എത്ര വരും? 28 വരും. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇൻറ്റു 2 ആണ്. ഓക്കെ, ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി 2ഉം എക്സും കൂടി ഒരുമിച്ച് ചെയ്ത് അതിൻ്റെ അർത്ഥം ഇടയ്ക്ക് ഒരു ഇൻറ്റു ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2 കൂടെ പോകുമ്പോൾ /2. അപ്പോൾ 28/2 14 ആണ്. അപ്പോൾ 14 ആൻഡ് 21 ആണ് നമ്പേഴ്സ്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈക്വൽ സൈനിന് അപ്പുറത്തേക്ക് പോകുന്ന ഏതൊരു സൈനും തിരിയുന്നു, നേരെ ഓപ്പോസിറ്റായി മാറുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് ചാപ്റ്ററിൽ ഉടനീളം വരുന്നത്. ഇനി ഒരു ഫ്രാക്ഷൻ്റെ കേസ് പരിഗണിക്കാം. ഒരു നമ്പറിൻ്റെയും അതിൻ്റെ ഹാഫിൻ്റെയും അതിൻ്റെ പകുതിയുടെയും സം എന്ന് പറയുന്നത് 1.5, അതായത് 3/2 ആണ്. ആ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ നമ്പർ എക്സ്, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ x/2. രണ്ടും കൂടി കൂട്ടുമ്പോൾ 3/2 കിട്ടുന്നു. ഓക്കെ, ഇത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഫ്രാക്ഷൻ എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 × x x, 2 × x 2x/2 ഈക്വൽ ടു 3/2. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയുണ്ട്? 3x/2 ഈക്വൽ ടു 3/2. രണ്ട് ഭാഗത്തും, അതായത് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയ സ്ഥിതിക്ക് വേണമെങ്കിൽ ഇവിടെ രണ്ടും വെട്ടിക്കളയാം. പക്ഷേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ ഇവിടെ ഒന്ന് ട്രിക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ 3x ഈക്വൽ ടു 3, x ഈക്വൽ ടു 3/3, 1 കിട്ടും. അപ്പോൾ 1ഉം 1/2ൻ്റെ സമ്മാണ് 3/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടും കണ്ടു. ഇതുപോലെ റെസിപ്രോക്കൽസ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ
ഓരോ ഭാഗങ്ങൾ അങ്ങനെയൊക്കെ കൂട്ടിയാണെങ്കിലും ഈ വിധത്തിലാണ് നമ്മൾ ഇക്വേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, എത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഇപ്പോൾ 2x+7 എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഒരു നമ്പർ തന്നു. അപ്പം നമ്പറുകളെല്ലാം ഒരു സൈഡിലേക്ക് ആക്കുക. അപ്പോൾ ആ 7 ഇങ്ങോട്ട് പോകുമ്പോൾ -7 ആകുന്നു. അപ്പോൾ 2x ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അവിടെ നിന്ന് ആ 2നെയും കൂടി സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് എക്സിനെ ഒറ്റയ്ക്ക് എടുക്കലാണ് ഇവിടെ നമുക്ക് സൊല്യൂഷന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാ കണക്കുകളും ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.